നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഇവരുടെ ബോധം എപ്പോഴാ വരിക? കുറച്ച് സമയം കഴിയും. ഇവർക്ക് ബോധം തെളിയാനുള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോ നമുക്ക് വീണ്ടും വന്ന് ഋഷിയെ കാണാം. ഇപ്പൊ മോമ്പ. ഇല്ല അച്ഛാ, ഞാൻ വരില്ല. ഇവർക്ക് ബോധം വരാതെ ഞാൻ വരില്ല. ഋഷി ഗോപികയെ വിട്ടുപിരിയാനൊന്നും പോകുന്നില്ല മേഡം. ഇനിയിപ്പൊ നിർബന്ധിച്ച് ഗോപികയുടെ കഴുത്തിന്ന് ഋഷി കെട്ടിയ താലി ഊരി വാങ്ങി എന്ന് കരുതുക. അന്നേരം ഋഷി മിണ്ടാതിരിക്കൂ? ഋഷി ചിലപ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു വരും. അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് മാഡത്തിന് ഉറപ്പു പറയാൻ പറ്റുമോ? അതുകൊണ്ട് അവരെ തമ്മിൽ വേർപിരിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് ഗോപികയുടെ ജാതക ദോഷത്തിന് പരിഹാരം കാണുന്നതാവും ഉചിതമെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലേ? അതാണ് ശരി. അതിന് അവളുടെ ജാതകദോഷത്തിന് പരിഹാരമൊന്നും ജ്യോത്സ്യം പറഞ്ഞില്ലല്ലോ. പിന്നെങ്ങനെയാ? ഞാൻ ഈ അടുത്തേ ഒരു സിദ്ധനെ കുറിച്ച് അറിഞ്ഞായിരുന്നു. അപാരമായ ജ്യോതിഷ പാണ്ഡിത്യവും മാന്ത്രിക ശക്തിയൊക്കെ ഉള്ള ആളാത്രേ. ആ സിദ്ധം വിചാരിച്ചാല് ഏത് കൊടിയ ജാതക ദോഷത്തിനും പരിഹാരം കാണാനാവും. അതിന് അദ്ദേഹത്തെ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. ഉറപ്പാണോ? അദ്ദേഹം വിചാരിച്ച ഗോപികയുടെ ജാതകദോഷത്തിന് പരിഹാരം ഉണ്ടാവൂ? ഒരു സംശയവും വേണ്ട. ധാരാളം അനുഭവസ്ഥർ അദ്ദേഹത്തിന്റെ സിദ്ധിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാ. എനിക്കും അദ്ദേഹത്തെ വിശ്വാസം. സുലോചനയ്ക്ക് വിശ്വാസമാണെങ്കിൽ അത് മതി. ആ എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ സിദ്ധനെ പോയി കണ്ടാലോ? ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ശരി, നമുക്ക് കാണാം. എങ്കിൽ നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയാലോ? ഗോപികയുടെ ജാതകദോഷം കാരണം ഋഷിയുടെ ജീവന് ആപത്തുണ്ടാവരുത് ഒരിക്കലും. അതിനൊരു മാർഗം സിദ്ധം പറഞ്ഞു തരും. മേഡം സമാധാനിക്കും. ഋഷി, ഋഷി, ഋഷി എണീക്ക്. ഋഷി എണീക്ക്. ഋഷി, ഋഷി, സിദ്ധു, ഋഷി എണീക്ക്. സിദ്ധു, അയ്യോ, അയ്യോ ഋഷി, അയ്യോ സിദ്ധു, ഗോപിക, ഗോപിക എണീക്ക്. ഗോപിക, എന്തെണീക്കാത്ത? അയ്യോ അച്ഛാ. സിദ്ധു വേണ്ട മോനെ. ഇവരെന്താ ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കാത്ത? ഇവർക്കെന്താ പറ്റിയേ? ഇവരെന്താ കണ്ണു ഓർക്കാത്ത? മോനെ അവർക്ക് പറയച്ച. ഋഷി ഗോപിക്ക് എന്താ കണ്ണു ഓർക്കാത്ത? ഇവരെന്താ വിളിച്ചിട്ട് വിളി കേൾക്കാത്ത? അവർക്ക് വിളി കേൾക്കാൻ പറ്റില്ല മോനെ. ആ എന്താ പറ്റാത്ത? ആക്സിഡന്റ് പറ്റിയിട്ട് ബോധമില്ലാതെ കിടക്കുക രണ്ടുപേരും. അതുകൊണ്ടാ മോൻ വിളിച്ചിട്ട് കേൾക്കാത്തതും കണ്ണു തുറക്കാത്തതും. അച്ഛാ, എവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായേ? എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായേ? അതൊക്കെ പിന്നീട് മോൻ അച്ഛൻ പറഞ്ഞുതരാം. ഇപ്പൊ ഋഷിയെ കാണണോന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ? വാ നമുക്ക് പോവാം. അപ്പോ ഇനി ഇവരുടെ ബോധം എപ്പോഴാ വരിക? കുറച്ച് സമയം കഴിയും. ഇവർക്ക് ബോധം തെളിയാനുള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോ നമുക്ക് വീണ്ടും വന്ന് ഋഷിയെ കാണാം. ഇപ്പൊ മോമ്പ. ഇല്ല അച്ഛാ, ഞാൻ വരില്ല. ഇവർക്ക് ബോധം വരാതെ ഞാൻ വരില്ല. മോനെ, നമുക്കാർക്കും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതിനുള്ള അനുവാദമില്ല.
ഡോക്ടർ കണ്ട വഴക്ക് ഇല്ല, പറയും. വാ മോനെ. ഇല്ല, ഞാൻ വരില്ല, വന്നേ. അച്ഛാ. ഹ, എന്താ മോനെ ഇത്? ഋഷിയും ഗോപിയും കണ്ണു ഓർക്കട്ടെ. അതുവരെ എനിക്ക് ഇവിടെ ഇരിക്കണം. എനിക്ക് ഇവിടെ ഇരിക്കണം. പ്ലീസ് അച്ഛാ. പറയുന്നത് കേക്ക്. സാർ പ്ലീസ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. സോറി, ഞാനിവനെ കൊണ്ടുപോയിക്കോളാം. ഇല്ല, എനിക്ക് ഇവരുടെ കൂടെ നിൽക്കണം അച്ഛാ. മോനെ, നമുക്ക് അകത്തേക്ക് പോവാം. വാ. എല്ലാം ഞാൻ വിശദമായിട്ട് മനസ്സിൽ ഗണിച്ചു നോക്കി. ആ കുട്ടിയുടെ ഗോപികയുടെ ജാതകദോഷം അതിശക്തം തന്നെയാണ്. അതിനിപ്പോ പരിഹാരം എന്താന്ന് വെച്ചാ ഒരു പരിഹാരമേ ഉള്ളൂ. ഗോപികയെ ഋഷി വിവാഹം കഴിച്ചിരിക്കുന്ന കുടുംബത്തിൽ നിന്ന്, അതായത് സുലോചനയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു ബന്ധം കൂടി ആലോചിച്ച് നടത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.